അടുത്തത് സോൾവ് 3 പാർട്ടുണ്ട്. cos z ഈക്വൽ ടു 5, ബി cos z ഈക്വൽ ടു 0, സി sin z ഈക്വൽ ടു 0. 3 ക്വസ്റ്റ്യനാണ് തന്നേക്കുന്നത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. cos z ഈക്വൽ ടു 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് e റേസ് ടു i z പ്ലസ് e റേസ് ടു മൈനസ് i z ബൈ 2 ഇസ് ഈക്വൽ ടു 5. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ e റേസ് ടു i z, ഈ 2 നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. e റേസ് ടു മൈനസ് i z നമുക്ക് 1 ബൈ e റേസ് ടു i z, ഇതാ 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 10, e റേസ് ടു i z പ്ലസ് e റേസ് ടു മൈനസ് i z ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. അതിൽ e റേസ് ടു മൈനസ് i z നമുക്ക് 1 ബൈ e റേസ് ടു i z എന്ന് എഴുതാം. നമ്മൾ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം e റേസ് ടു 2i z പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10 e റേസ് ടു i z എന്ന് വരും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പം e റേസ് ടു 2i z മൈനസ് 10 e റേസ് ടു i z പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് e റേസ് ടു i z സ്ക്വയർ മൈനസ് 10 e റേസ് ടു i z പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് നമ്മൾ e റേസ് ടു i z നമ്മളൊരു എക്സ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഇത് എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 1 ഈക്വൽ ടു 0 ഫോം. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഇങ്ങനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 എന്നുള്ള ഫോമുലല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം e റേസ് ടു i z സ്ക്വയർ മൈനസ് 10 e റേസ് ടു i z പ്ലസ് 1 ഈക്വൽ ടു 0. നമ്മുടെ എക്സിന് പകരം ഇവിടെ e റേസ് ടു i z. അപ്പം നമുക്ക് e റേസ് ടു i z ഇസ് ഈക്വൽ ടു മൈനസ് ബി, ബിയുടെ സ്ഥാനത്ത് എന്താ മൈനസ് 10, അപ്പം മൈനസ് ഓഫ് മൈനസ് ബി 10 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 100 മൈനസ് 4 ഇൻറ്റു ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആയതുകൊണ്ട് 100 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് റൂട്ട് 96 ബൈ 2. നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 5 പ്ലസ് ഓർ മൈനസ് റൂട്ടിൻ്റെ അകത്തോട്ട് 2 കയറ്റുമ്പോൾ അത് 4 ആകും. 96 ബൈ 4 റൂട്ട് 24 വരും. അപ്പം നമുക്ക് 5 പ്ലസ് ഓർ മൈനസ് 24 എന്ന് വരും. ആ റൂട്ട് 24ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. അത് ചെയ്യുമ്പോൾ നമുക്ക് 4.899 കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 4.899 കിട്ടും. ദെർഫോർ e റേസ് ടു i z ഇസ് ഈക്വൽ ടു 5 പ്ലസ് 4.899 ഓർ e റേസ് ടു i z ഇസ് ഈക്വൽ ടു 5 മൈനസ് 4.899 എന്ന് വരും. അപ്പോൾ അത് 9.899 ഓർ 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ 1, അപ്പോൾ 0.899 കുറയ്ക്കുമ്പം 0.101 വരും. Therefore e റേസ് ടു i z ഇസ് ഈക്വൽ ടു 9.899 ഓർ 0.101. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കുന്നത് കൊണ്ട് e റേസ് ടു i z ആണ്. e റേസ് ടു i z എന്ന് പറയുന്നത് എന്താ? e റേസ് ടു i ഇൻറ്റു എക്സ് പ്ലസ് i y is e raised അങ്ങനെയല്ല, e raised to i z which is equal to e raised to ix into e raised to ix minus i square y എന്ന് പറയുന്നത് മൈനസ് y. അപ്പോൾ അത് e raised to ix into e raised to minus y ആണ്. അപ്പോൾ നമുക്ക് e raised to ix into e raised to minus yയുടെ വാല്യൂ 9.899 ഓർ 0.10. അതൊരു റിയൽ നമ്പർ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? e റേസ് ടു, അതായത് e റേസ് ടു ix ഇൻറ്റു e റേസ് ടു മൈനസ് y ഇസ് ഈക്വൽ ടു 9.899 ഓർ 0.101. ഇതിലേതോ ഒന്നാണ് e റേസ് ടു ix ഇൻറ്റു e റേസ് ടു മൈനസ് വൈയുടെ വാല്യൂ. അപ്പോൾ അതിൻ്റെ മീനിങ് e റേസ് ടു ix എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറും ഇതെന്ന് പറയുന്നത് റിയൽ നമ്പർ. പക്ഷേ നമുക്ക് ആൻസർ ഒരു റിയൽ നമ്പർ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതിൻ്റെ അകത്തെ ആ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അപ്പം നമുക്ക് ഇതിന് നമുക്ക് e റേസ് ടു ix ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. e റേസ് ടു ix ഇസ് ഈക്വൽ ടു 1 ആൻഡ് e റേസ് ടു മൈനസ് y ഇസ് ഈക്വൽ ടു 9.899 ഓർ 0.101 എന്ന് കിട്ടും.
അപ്പോൾ e⁻⁻y നമുക്കിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് y കിട്ടാൻ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് e⁻⁻y രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുവാണെങ്കിൽ log 9.899 is equal to -9 മൈനസ് y എന്ന് കിട്ടും. y എന്ന് പറയുന്നത് -log 9.899 ഓർ -log 0.101 കിട്ടും. അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പം നമുക്ക് e⁻⁻y is equal to 9.899 or 0.101. അതിൽ നിന്ന് നമുക്ക് y is equal to ±2.292. അത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. e⁻⁻y വാല്യൂ 9.899 ആണ്. അപ്പോൾ -y വാല്യൂ log 9.899 അല്ലെങ്കിൽ y എന്ന് പറയുന്നത് -log 9.899 ആണ്. അതുപോലെ തന്നെ y വാല്യൂ -log 0.101 ആണ്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് y is equal to ±2.292 എന്ന് കിട്ടും. ഇനി നമുക്ക് e⁻ix is equal to 1 ആണ്. അതിൽ നിന്ന് നമുക്ക് cos x plus I sin x 1 എന്ന് കിട്ടും. അതിൻ്റെ മീനിങ് sin x is equal to 0, cos x is equal to 1. അതിൽ നിന്ന് x is equal to 2n. x എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ 2π മൾട്ടിപ്പിൾസ് വരുമ്പോഴാണല്ലോ. അപ്പോൾ നമുക്ക് x is equal to 2nπ എന്ന് വരും. therefore x എന്ന് പറയുന്നത് ±2nπ യും y എന്ന് പറയുന്നത് ±2.292 ആണ്. z is equal to x plus iy. z സോൾവ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. cos z equal to 5 സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ z കണ്ടുപിടിക്കുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ z is equal to x plus iy ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് നമ്മൾ ±2nπ കിട്ടി പ്ലസ് i ഇൻറ്റു y എന്ന് പറയുന്നത് ±2.292 വരും. 2.292 where n is equal to 0, 1, 2 etc. ഇവിടെ n is equal to 0, 1, 2 etc. അപ്പം നമുക്ക് സോൾവ് cos z equal to 5 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് z is equal to ±2nπ ± i ഇൻറ്റു 2.292 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് പാർട്ട് cos z is equal to 0 എന്നുള്ളതാണ്. cos z is equal to 0 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് cos z is equal to cos x cos hy minus I sin x sin hy എന്നറിയാലോ. cos z വാല്യൂ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്തതാണ്. cos z എന്ന് പറയുന്നത് cos x cos hy minus sin x sin hy ആണ്. അപ്പം നമുക്ക് cos z equal to 0 implies cos x cos hy minus I sin x sin hy is equal to 0 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. അപ്പോൾ ഇതിന് നമുക്ക് cos x cos hy equal to 0 sin x sin hy is equal to 0 എന്ന് കിട്ടും. ഇത് വെച്ച് ചെയ്യാൻ പാടാണ്, അങ്ങനെ ചെയ്താൽ കിട്ടിയില്ല. അത് സോൾവ് ചെയ്യാൻ നമുക്ക് cos z മോഡുലസ് നോക്കാം. cos z മോഡുലസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ h സ്ക്വയർ y ആണ്. നമുക്ക് cos z ഈക്വൽ ടു 0 ഇംപ്ലൈസ് മോഡുലസ് ഓഫ് cos z 0 ആണ്. അപ്പം നമുക്ക് cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ h സ്ക്വയർ y 0 എന്ന് കിട്ടും. രണ്ട് സ്ക്വയേഴ്സ് 0 എന്ന് പറഞ്ഞാൽ ഇത് ഓരോന്നും 0 ആയിട്ട് മാറണം. ഇക്വൽ ടു implies cos x equal to 0 and sin hy equal to 0. രണ്ടും 0 ആണെങ്കിൽ മാത്രമേ ഒരു സ്ക്വയറിൻ്റെ സമ്മ് 0 ആയിട്ട് കിടക്കുള്ളൂ. അപ്പം നമുക്ക് cos x equal to 0 sin hy equal to 0 എന്ന് കിട്ടും. ഇനി cos x equal to 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? cos x 0 ആയതുകൊണ്ട് x എന്ന് പറയുന്നത് π/2ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോഴല്ലേ cos 0 വരുന്നത്. അപ്പം π/2ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം π/2 3π/2 5π/2 അങ്ങനെ വരുമ്പോഴാണ് 0 വരുന്നത്. എല്ലായിടത്തോടത്ത് 1 -1 ആണ്. അപ്പോൾ π/2 × 2 എന്ന് പറയുമ്പം പൈയാണ്. അപ്പം π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ്. അപ്പം 2n + 1 π/2 cos x equal to 0 എന്ന് പറയുമ്പോൾ അത് 2n + 1 π/2 എന്ന് വരും, പ്ലസ് ഓർ മൈനസ്.
അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 0യിൽ നിന്ന് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു +or-2n+1 π/2 എന്ന് വരും. അത് ചെയ്തിത്രേ ഉള്ളൂ. കോസ് എക്സ് 0 വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു π/2, 3π/2, 5π/2, 7π/2 ഒക്കെയാണ്. 2π/2, 4π/2 ഒക്കെ പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് 1 or -1 ആയിരിക്കും. 0 വരുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് π/2ൻ്റെ ഓഡ് മൾട്ടിപ്പിൾസിലാണ് വരുന്നത്. ഇനി നമുക്ക് sin hy ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അപ്പോൾ sin hy ഈക്വൽ ടു 0, sin hy ഈക്വൽ ടു 0 എന്ന് പറയുമ്പം അത് y sin hyയുടെ ഫോർമുല നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. e⁻y മൈനസ് e⁻y/2 ഈക്വൽ ടു 0. അപ്പോൾ e⁻y മൈനസ് e⁻y ഈക്വൽ ടു 0. അപ്പോൾ e⁻y ഇസ് ഈക്വൽ ടു e⁻y. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? y 0 ആകുമ്പോഴല്ലേ e⁻yയും e⁻y സെയിം ആകുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു +or-2n+1 π/2 എന്നും y ഇസ് ഈക്വൽ ടു 0 എന്നും കിട്ടി. അപ്പോൾ നമ്മൾ cos z ഈക്വൽ ടു 0 സോൾവ് ചെയ്തപ്പം നമുക്ക് എക്സ് എന്ന് പറയുന്നത് 2n+1 π/2 എന്നും y എന്ന് പറയുന്നത് 0യും കിട്ടി. therefore z എന്ന് പറയുന്നത് എന്തായിരിക്കും? +or-2n+1 π/2 +0 ആണ്. അത് എഴുതേണ്ട കാര്യമില്ല. വേറെ n എന്ന് പറയുന്നത് 0, 1, 2, 3 എക്സെട്ര ആയിരിക്കും. അടുത്തത് സി പാർട്ട് എന്ന് പറയുന്നത് sin z ഈക്വൽ ടു 0 അടുത്തത് sin z ഈക്വൽ ടു 0 ആണ്. അപ്പോൾ sin z ഈക്വൽ ടു 0യ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? sin z ഈക്വൽ ടു 0 സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് sin zൻ്റെ മോഡുലസ് വാല്യൂ നോക്കുവാണെങ്കിൽ sin zൻ്റെ മോഡുലസ് വാല്യൂ എന്താ? നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം. അത് sin² x + sin h² y ആണ്. അപ്പം sin z 0 എന്ന് പറയുമ്പം sin xും 0 ആണ്. ഇംപ്ലൈസ് sin² x + sin h² y ഈക്വൽ ടു 0. ഇംപ്ലൈസ് sin x ഈക്വൽ ടു 0, sin hy ഈക്വൽ ടു 0 എന്ന് വരും. sin x 0 ആകുമ്പം അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് എന്ന് പറയുന്നത് പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോഴല്ലേ 0 വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു +or- നമുക്കറിയാം എക്സ് ഈക്വൽ ടു പൈ. sin x 0 വരുന്നത് എക്സിൻ്റെ പൈയുടെ മൾട്ടിപ്പിൾസ് വരുമ്പോഴാണ്. അപ്പം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു പൈയിൽ 0 ആണ്, 0യിൽ 0 ആണ്, 2π 0, 3π 4π അതെല്ലാം 0 ആണ്. sin hy ഈക്വൽ ടു 0 നമ്മൾ സോൾവ് ചെയ്തതാണ്. അത് y ഈക്വൽ ടു അത് ഓൾറെഡി ചെയ്തതായതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. therefore z is equal to +or-n/n is equal to 0, 1, 2, 3 etc. എന്ന് കിട്ടും. ഇനിയുള്ളത് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പോൾ നമ്മൾ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്ത് പഠിച്ച ആ ഐഡൻറ്റിറ്റീസ് എല്ലാം കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനും ഉണ്ട്. എല്ലാം ഒന്നും നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, കുറച്ചെണ്ണം എല്ലാം ഒന്നും സ്റ്റേറ്റും ചെയ്യുന്നില്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നുള്ളൂ. ഏത് വേണമെങ്കിലും എക്സാമിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അപ്പം ജനറലായിട്ട് ഒരു 4 or 5 എണ്ണം പ്രൂവ് ചെയ്ത് കാണിക്കാം. കാരണം നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് പ്രൂവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എല്ലാത്തിനും ഏകദേശം പാറ്റേൺ ഒന്നാണ്, ഏതെങ്കിലും ഒരു രീതി ചെയ്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു 4-5 ഐഡൻറ്റിറ്റീസ് ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ട് അത് മാത്രം പ്രൂവ് ചെയ്ത് കാണിക്കാം. Just a sentence say that general formulas for the real trigonometric function continue to hold for complex values. Some of the properties are, കുറച്ചെണ്ണം മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. cos z1 plus z2 is equal to cos z1
cos z2 minus sin z1 sin z2. അതായത് cos z1 minus z2 is equal to cos z1 cos z2 plus sin z1 sin z2. അടുത്തത് sin z1 plus z2 is equal to sin z1 cos z2 plus sin z2 cos z1. Sin z1 minus z2 is equal to sin z1 cos z2 minus sin z2 cos z1. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് സൈൻ സ്ക്വയർ ഇസഡ് പ്ലസ് കോസ് സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്നുള്ളത്. അടുത്തത് സൈൻ ഓഫ് മൈനസ് ഇസഡ് ഈക്വൽ ടു മൈനസ് സൈൻ ഇസഡ്. കോസ് ഓഫ് മൈനസ് ഇസഡ് ഈക്വൽ ടു മൈനസ് അത് പ്ലസ് കോസ് ഇസഡ്. കോസ് ഓഫ് മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് ഇസഡ് വരും. sin 2z is equal to 2 sin z cos z. Cos 2z is equal to cos square z minus sin square z. Sin z plus pi by 2 is equal to cos z. അപ്പം കുറച്ചൊക്കെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. നമുക്ക് എല്ലാം ഒന്നും പ്രൂവ് ചെയ്യുന്നില്ല, കാരണം പലതും ഒരേ പാറ്റേണിലുള്ളതാണ്. നമുക്ക് ആദ്യം എ എടുക്കാം. കോസ് z1 പ്ലസ് z2. ഇനി നമുക്ക് കോസ് z1 കോസ് z2 മൈനസ് സൈൻ z1 സൈൻ z2 ഒന്ന് കൺസിഡർ ചെയ്യാം. അത് നമുക്ക് എന്താ വരുന്നത്? കോസ് z1 എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1 ബൈ 2 ഇൻറ്റു ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z2 ഡിവൈഡഡ് ബൈ 2. ഇതല്ലേ കോസ് z1ഉം കോസ് z2ഉം വരുന്നത്. മൈനസ് സൈൻ z1 എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഡിവൈഡഡ് ബൈ 2. ഇവിടെ മൈനസ് ആണ്. ഇ റേസ് ടു ഐ z1 മൈനസ് ഇ റേസ് ടു ഐ z1 ഡിവൈഡ് ബൈ 2i. അടുത്തത് ഇ റേസ് ടു ഐ z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z2 ഡിവൈഡഡ് ബൈ 2i. ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ 4 വരും. ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു ഐ z2 ഒരു ടേമും കൂടെ ഉണ്ട്. പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2. ഇനി അടുത്ത സെറ്റ് നമുക്ക് മൈനസ്, ഇത് ഇത്രയും ടേം ആദ്യത്തേത് മൈനസ്. അടുത്തത് ഡിനോമിനേറ്ററിൻ്റെ അകത്ത് 4i² ആണ്. അപ്പോൾ അത് മൈനസ് വരും അല്ലേ. ഡിനോമിനേറ്റർ 4i². അത് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 4i². ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു ഐ z1 മൈനസ് വരും. മൈനസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2. അടുത്തത് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് മൈനസ് ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2. ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 മൈനസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 മൈനസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു ഐ. ഇത്രയാണ് വരുന്നത്. നമുക്കിതിനെ മൈനസ് 4i² നമുക്ക് -4 നേടാം. അപ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പം ഇവിടെ ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 ഇ റേസ് ടു ഐ z2 ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2 ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1
ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു. ഇവിടെ മൈനസും ഐ സ്ക്വയറും കൂടെ വന്നപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറി. പ്ലസ് നമുക്ക് ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു പ്ലസ് അല്ല മൈനസ് ഇ റേസ് ടു ഐ ഇസഡ് വൺ. നമുക്ക് അടുത്തതിലോട്ട് ചെയ്തായിരിക്കും നല്ലത്. മൊത്തം നമുക്ക് ഡിനോമിനേറ്റർ 4 വരും. കാരണം ഇവിടെ 4 ആണ്, ഇവിടെ മൈനസും 4 ഐ സ്ക്വയർ കൂടെ വരുമ്പോൾ പ്ലസ് 4 വരും. അപ്പോൾ മൊത്തം പ്ലസ് ആണ് വരുന്നത്. ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു ഐ ഇസഡ് വൺ മൈനസ് ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു മൈനസ് ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു ഹോൾ ഡിവൈഡഡ് ബൈ 4 ആണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോകും, ഇതും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ഇത് ഇത്രയും ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ഇതും ക്യാൻസൽ ചെയ്ത് പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 2 ഇ റേസ് ടു ഐ ഇസഡ് വൺ ഇ റേസ് ടു ഐ ഇസഡ് ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് 2 ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ടു ഡിവൈഡഡ് ബൈ 4 വരും. പിന്നെ 2 കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് ഇ റേസ് ടു ഐ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു എന്ന് എഴുതാമല്ലോ ഇതിനെ. പ്ലസ് ഇത് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം ഇ റേസ് ടു ഐ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ഇനി ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ഫോമിലല്ലേ വന്നേക്കുന്നത്. ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ഫോം ആകുമ്പോൾ അത് കോസ് ഇസഡിൻ്റെ ഫോമിൽ. അപ്പോൾ ഇത് കോസ് ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? therefore cos z1 plus z2 is equal to cos z1 cos z2 മൈനസ് സൈൻ z1 സൈൻ z2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ടിൻ്റെ പ്രൂഫ് ഞാൻ പറയുന്നില്ല, കാരണം സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ഈ കോസ് z1 കോസ് z2 പ്ലസ് സൈൻ z1 സൈൻ z2 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തേത് പ്ലസ് ആകും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മുമ്പേ മൈനസ് എടുത്തെടുത്ത് പ്ലസ് ആകും. അപ്പോൾ കുറച്ച് ടേം ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കിട്ടും. അടുത്തത് നമുക്ക് നമ്മളിപ്പോൾ കോസ് z1 പ്ലസ് z2 ചെയ്തത് കൊണ്ട് കോസ് z1 മൈനസ് z2 ചെയ്തിട്ടുണ്ട്. പിന്നെ z1 പ്ലസ് z2ൻ്റെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇനി സൈൻ z1 മൈനസ് സൈൻ z2 നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഡി ആണ് ഇനി പ്രൂവ് ചെയ്യുന്നത്. കാരണം ഡിയുടെ അതേപോലെ തന്നെയാണ് സിയും വരുന്നത്, എയുടെ പോലെ തന്നെ ബി വരുന്നത് കൊണ്ട് ബി ചെയ്യുന്നില്ല. പിന്നെ സിയും ഡിയും ഒരുപോലെ ആയതുകൊണ്ട് ഡി ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഡി എടുക്കാം. ഡിയിൽ നമുക്ക് സൈൻ z1 കോസ് z2 മൈനസ് സൈൻ z2 കോസ് z1 ഇതൊന്ന് കൺസിഡർ ചെയ്യാം. ഈസ് ഈക്വൽ ടു സൈൻ z1 എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z1 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു കോസ് z2 എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z2 ഡിവൈഡഡ് ബൈ 2 മൈനസ് സൈൻ z2 ഇ റേസ് ടു ഐ z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z2 ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു കോസ് z1 എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഡിവൈഡഡ് ബൈ 2. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ 4i വരും. 4i ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു ഐ z2 പ്ലസ് ഇ റേസ് ടു ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു ഐ z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 ഇ റേസ് ടു മൈനസ് ഐ z2 എന്ന് വരും. ഇത്രയാണ് ഫസ്റ്റ് ടേം. മൈനസ്
ഇവിടെയും ഡിനോമിനേറ്റർ 4i ആണ് വരുന്നത്. e raised to I z2 e raised to I z1 plus e raised to I z2 e raised to minus I z1 minus e raised to minus I z2 e raised to I z1 minus e raised to I z1 I z2 e raised to minus I z2 e raised to minus I z1 ഇത്രയും ടേംസ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ മൈനസ് അകത്തോട്ട് കയറ്റി, ഡിനോമിനേറ്റർ 4i ആണ്, ഇനി മൈനസ് അകത്തോട്ട് കയറ്റി എഴുതാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു, ഇതിനെ വേണം നമുക്ക് z1 പ്ലസ് z2 എന്ന് എഴുതാം. ഇ റേസ് ടു ഐ z1 പ്ലസ് z2 ഇ റേസ് ടു ഐ z1 പ്ലസ് z2. രണ്ടാമത്തെ ടേം ഇ റേസ് ടു ഐ z1 മൈനസ് z2 വരും, പ്ലസ് ഇ റേസ് ടു ഐ z1 മൈനസ് z2. അടുത്തത് മൈനസ് ഇ റേസ് ടു ഇവിടെ മൈനസ് z1 പ്ലസ് z2. അപ്പം നമ്മൾ മൈനസ് ഐ എടുത്താൽ z1 മൈനസ് z2, മൈനസ് ഐ z1 മൈനസ് z2. അടുത്തത് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 പ്ലസ് z2. ഇത്ര ആയിരുന്നു ഫസ്റ്റിൻ്റേത്. ഇനി അടുത്തതെല്ലാം മൈനസ് ആണ്. മൈനസ് ഇ റേസ് ടു ഐ z2 ഐ z1 എന്ന് പറയുമ്പം ഐ z1 പ്ലസ് z2 ഐ z1 പ്ലസ് z2 അത് മൈനസ് ആയിരുന്നു. അടുത്തതും പ്ലസ് ആയതുകൊണ്ട് മൈനസ് വരും. ഐ z2 മൈനസ് ഐ z1 അപ്പം മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 മൈനസ് z2 ഇ റേസ് ടു ഐ മൈനസ് ഐ പുറത്തെടുത്താൽ z1 മൈനസ് z2. ഇനി ഇത് പ്ലസ് വരും, ഇ റേസ് ടു ഐ z1 മൈനസ് z2. ഇവിടെ മൈനസ് ഐ ആയിരുന്നു പുറത്തെടുത്തത്. അത് ഇ റേസ് ടു ഐ z1 മൈനസ് z2. അടുത്തതും പ്ലസ് ആണ്, ഇ റേസ് ടു മൈനസ് ഐ z1 പ്ലസ് z2 വരും, ഹോൾ ഡിവൈഡഡ് ബൈ 4i എന്ന് വരും. നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ചൊക്കെ ടേംസ് പോകും. ഈ ടേമും ഈ ടേമും പോയി, ഈ ടേമും ഈ ടേമും പോയി. പിന്നെ നമുക്ക് മിച്ചമുള്ളത് എന്താ? ഇതും ഇതും കൂടെ എടുക്കുവാണെങ്കിൽ 2e റേസ് ടു ഐ z1 മൈനസ് z2 മൈനസ് ഇത് രണ്ട് പ്രാവശ്യമുണ്ട് 2e റേസ് ടു മൈനസ് ഐ z1 മൈനസ് z2 ഹോൾ ഡിവൈഡഡ് ബൈ 4i എന്ന് വരും. ഈ ടേമും ഈ ടേമും പോയി, ഈ ടേമും ഈ ടേമും പോയി. ഇതും കൂടെ ആഡ് ചെയ്തപ്പം ഇ റേസ് ടു ഐ z1 മൈനസ് z2 രണ്ട് പ്രാവശ്യം. ഇതും കൂടെ ആഡ് ചെയ്യുമ്പം ഇ റേസ് ടു മൈനസ് ഐ z1 മൈനസ് z2 രണ്ട് പ്രാവശ്യം. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഐ z1 മൈനസ് z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 മൈനസ് z2 ഹോൾ ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. ഇ റേസ് ടു ഐ z1 മൈനസ് z2 മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z1 മൈനസ് z2 ഡിവൈഡഡ് ബൈ 2i. നോക്കിയേ, ഇത് ഇ റേസ് ടു ഐ z മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z ബൈ 2i. അത് സൈൻ z-ൻ്റെ ഫോമാണ്. പക്ഷേ ഇസഡിന് പകരം z1 മൈനസ് z2. അപ്പം നമുക്ക് സൈൻ z1 മൈനസ് z2 എന്ന് എഴുതാം. ദെർഫോർ സൈൻ z1 മൈനസ് z2 ഈസ് ഈക്വൽ ടു, നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? സൈൻ z1 കോസ് z2 മൈനസ് സൈൻ z1 സൈൻ z2 കോസ് z1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡി പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി ഈ പാർട്ട് നോക്കാം. ഈ പാർട്ട് സൈൻ സ്ക്വയർ z പ്ലസ് കോസ് സ്ക്വയർ z ആണ്.
അപ്പം നമുക്ക് ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2y ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്യാം. ആദ്യത്തേത് ചെയ്യുമ്പം ഇ റേസ് ടു 2i ഇസഡ് മൈനസ് 2 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2i ഇസഡ് ഡിവൈഡഡ് ബൈ 4i സ്ക്വയർ വരും പ്ലസ് ഇ റേസ് ടു 2i ഇസഡ് പ്ലസ് 2 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു 2i ഇസഡ് മൈനസ് 2i ഇസഡ് ബൈ 4 എന്ന് വരും. ചെയ്ത പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇ റേസ് ടു ഐ ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു 2i ഇസഡ്, പിന്നെ 2ab എന്ന് പറയുമ്പോൾ ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ്, ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2i ഇസഡ് ഇ റേസ് ടു മൈനസ് 2i ഇസഡ് ഡിവൈഡ് ബൈ 4i സ്ക്വയർ. ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുലയാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ഇ റേസ് ടു മൈനസ് ഐ ഇസഡിൻ്റെ സ്ക്വയറാണ്. ഇനി 4i സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് 4 വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട് ആ ന്യൂമറേറ്ററിലൊരു മൈനസ് എടുത്താൽ മൈനസ് ഇ റേസ് ടു 2i ഇസഡ് പ്ലസ് 2 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു 2i ഇസഡ് ഹോൾ ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇ റേസ് ടു 2i ഇസഡ് പ്ലസ് 2 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് 2i ഇസഡ് ബൈ 4 എന്ന് വരും. അപ്പം നമ്മൾ ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. മിച്ചം എന്താ 4 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 4 എന്നല്ലേ വരുള്ളൂ. ഇതും കൂടെ എടുക്കുമ്പോൾ 4 ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഇതും ക്യാൻസൽ ചെയ്ത് പോയി, ഇതും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് അതെന്ന് പറയുന്നത് എന്താ ഇ റേസ് ടു ഐ ഇസഡ് ഇ റേസ് ടു പ്ലസ് ഐ ഇസഡ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡിനെ ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോൾ 1 ബൈ ഇ റേസ് ടു ഐ ഇസഡ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കോസ് സ്ക്വയർ ഇസഡ് പ്ലസ് സൈൻ സ്ക്വയർ ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമുക്ക് സൈൻ ഓഫ് മൈനസ് ഇസഡ് ഇ റേസ് അപ്പോൾ സൈൻ ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2i ആണ്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് ഇസഡ് എന്ന് പറയുമ്പം ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i അല്ലേ വരുന്നത്. ഇസഡിന് പകരം മൈനസ് ഇസഡ് കൊടുക്കുമ്പം ഇ റേസ് ടു മൈനസ് ഇസഡ്, ഇവിടെ മൈനസും കൂടെ പ്ലസ് ആയി. ഇപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മൈനസ് പുറത്തെടുത്താൽ ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഇസഡ് ബൈ 2i എന്നല്ലേ വരുന്നത്. ഇതിനെ മൈനസ് എടുക്കുമ്പോൾ ഓർഡർ മാറി വരും. ഇ റേസ് ടു ഐ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് മൈനസ് സൈൻ ഇസഡ് ആണ്. കോസ് ഓഫ് മൈനസ് ഇസഡും സിമിലർ ആണ്. കോസ് ഇസഡിൻ്റെ വാല്യൂ ഇ റേസ് ടു ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് ബൈ 2 ആണ്. കോസ് ഓഫ് മൈനസ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്താ ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് പ്ലസ് ഇ റേസ് ടു ഈ മൈനസും കൂടെ പ്ലസ് ആവും ഡിവൈഡഡ് ബൈ 2. ഇതെന്ന് പറയുന്നത് എന്താ കോസ് ഇസഡ് തന്നെയല്ലേ. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈൻ 2z ഇസ് ഈക്വൽ ടു 2 സൈൻ z കോസ് z എന്നാണ്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 സൈൻ z കോസ് z ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ z എന്ന് പറയുമ്പം ഇ റേസ് ടു ഐ z മൈനസ് ഇ റേസ് ടു മൈനസ് ഐ z ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു ഇ റേസ് ടു ഐ z പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ z ഡിവൈഡഡ് ബൈ 2. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഡിനോമിനേറ്റർ 2i വരും. ഇനി ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോം ആയതുകൊണ്ട് നമുക്കതിനെ ഇ റേസ് ടു ഐ ഇസഡ് സ്ക്വയർ മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഇസഡ് സ്ക്വയർ എന്ന് എഴുതാലോ. ഇത് എ മൈനസ് ബി, ഇത് എ പ്ലസ് ബി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ അത് ഇ റേസ് ടു 2i ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് 2i ഇസഡ് ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. അതെന്ന് പറയുന്നത് എന്താ, അത് സൈൻ
2z ആണ്. ഇനി I cos 2z is equal to cos square z minus sin square z. നമുക്ക് cos square z minus sin square z കൺസിഡർ ചെയ്യാം. അപ്പം e raised to iz plus e raised to minus iz divided by 2 the whole square minus e raised to iz minus e raised to minus iz divided by 2i the whole square എന്ന് വരും. e raised to 2iz plus 2 e raised to iz e raised to minus iz plus e raised to minus 2iz divided by 4. ഇത് 4i² ആയതുകൊണ്ട് നമുക്ക് പ്ലസ് ഇടാം. -4i² അല്ലേ വരുന്നത്, ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. e raised to 2iz minus 2 e raised to iz e raised to minus iz plus e raised to minus 2iz എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 2i the whole square. 2i the whole square എന്ന് പറയുമ്പോഴത്തേക്കും 2i the whole square 4i² ആണ്. അപ്പം -4 വരുന്നതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഇട്ടത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ e raised to 2iz 2 times 2 e raised to 2iz ഇതും ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് 2 e raised to minus 2z ഡിവൈഡഡ് ബൈ 4. 2 കോമൺ ആയിട്ട് എടുക്കാം. 2 ഇൻറ്റു e raised to 2z പ്ലസ് e raised to minus i2z ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് കിട്ടും? e raised to I into 2z plus e raised to minus i2z divided by 2 എന്ന് പറയുന്നത് എന്താണ്? cos 2z ആണ്. അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്തു. ഒരു റിസൾട്ടും കൂടി ഉണ്ട്. sin z plus pi by 2 ഈക്വൽ ടു e raised to I into z പകരം z plus pi by 2 മൈനസ് e raised to minus i z plus pi by 2 divided by 2i എന്ന് വരും. So this is equal to e raised to iz into e raised to I pi by 2 minus e raised to minus z into e raised to minus I pi by 2 divided by 2i. e raised to I pi by 2 എന്ന് പറയുമ്പോൾ cos pi by 2 plus I sin pi by 2 ആണ്. അത് i ആണ്. അപ്പോൾ നമുക്കത് e raised to iz into i എന്ന് കിട്ടും. കാരണം നമ്മൾ ഇവിടെ ചെയ്ത് കാണിക്കാം. e raised to I pi by 2 നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടാണ്. അത് cos pi by 2 പ്ലസ് I sin pi by 2 ആണ്. അപ്പോൾ 0 പ്ലസ് i ഈക്വൽ ടു i ആണ്. e raised to minus I pi by 2 എന്ന് പറയുമ്പം cos pi by 2 മൈനസ് I sin pi by 2 ആണ്. 0 മൈനസ് i വരും. അപ്പം e raised to iz into I മൈനസ് e raised to minus iz into minus I ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. അപ്പോൾ ഈ മൈനസും കൂടെ പ്ലസ് i കോമൺ ആയിട്ട് പുറത്തെടുക്കാം. e raised to iz പ്ലസ് e raised to minus iz ഡിവൈഡഡ് ബൈ 2i എന്ന് വരും. iയും iയും ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് ഈസ് ഈക്വൽ ടു e raised to iz പ്ലസ് e raised to minus iz ഡിവൈഡഡ് ബൈ 2. കാരണം iയും iയും ക്യാൻസൽ ചെയ്ത് പോകും. ഇതെന്ന് പറയുന്നത് എന്താണ്? cos z ആണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്ത് പഠിച്ച എല്ലാ റിസൾട്ടുകളും നമുക്ക് കോംപ്ലക്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ അകത്തുകൊണ്ട് ചിലത് മാത്രമേ നമ്മളിവിടെ പ്രൂവ് ചെയ്തുള്ളൂ, ചിലത് മാത്രമേ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ സ്റ്റേറ്റ് ചെയ്ത ഒരുപാട് റിസൾട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളൂ.